ഹലോ എവരി വൺ, നമ്മുടെ ഒളിമ്പ്യാഡ് സീരീസിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് കിടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ XandY ലേണിങ്ങിൻ്റെ ഒളിമ്പ്യാഡ് എഴുതുന്ന സ്റ്റുഡൻസിന് വേണ്ടി മാത്രമായിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അവിടെയാണ് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ എത്തിക്കുക. അപ്പോൾ അത് നിങ്ങൾ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കാണാൻ പറ്റും. അതിൽ കയറി ഡീറ്റെയിൽസ് കൊടുക്കുക. അടുത്ത എൻഡ് നിങ്ങൾക്ക് ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കാണാൻ പറ്റും. ഓക്കെ, സോ അടുത്തൊരു ക്വസ്റ്റ്യന് ഓൾറെഡി NCERT ടെക്സ്റ്റ് ബുക്കിൽ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. നിങ്ങൾക്കറിയാം ഒളിമ്പ്യാഡ് എക്സാമിന് NCERT ആണ് സിലബസ് ഉള്ളത്. അപ്പോൾ അതിൽ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വരുന്നതാണ്. ഫൗണ്ടേഷൻ ക്ലാസ്സിലൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അവർക്ക് ഈസി ആയിട്ട് ചെയ്യാം ഈ ക്വസ്റ്റൻ. അപ്പോൾ ക്വസ്റ്റൻ പറയുന്നത് ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ഹാവ് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ. അപ്പോൾ ഒരു റാഷണൽ നമ്പർ ആണെങ്കിൽ അതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ, റാഷണൽ നമ്പേഴ്സിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ രണ്ട് രീതിയിലാണ് ഉണ്ടാവുക. ഒന്നുകിൽ ടെർമിനേറ്റ് ചെയ്യും. ഇപ്പോൾ 1/2 0.5 ടെർമിനേറ്റ് ചെയ്തു അല്ലേ. ഇനി ചില ആളുകളത് നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കും, ടെർമിനേറ്റ് ചെയ്യൂല. അപ്പോൾ 1/3 നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡെസിമൽ ഫോം കാണുകയാണെങ്കിൽ 0.3333 എന്ന് പറഞ്ഞാൽ അവസാനിക്കാതെ പോവുക ചെയ്യുക. അപ്പോൾ നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കും, അത് റിപ്പീറ്റിംഗും ആയിരിക്കും. എന്ന് വെച്ചാൽ 0.33 എന്ന് പറയുമ്പോൾ 3 റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് ഒരു റാഷണൽ നമ്പറിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ വരിക എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഓൾറെഡി നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ടെർമിനേറ്റിംഗ് ആവാം, അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആവാം. അപ്പോൾ ഇതിൽ ആരാണ് ടെർമിനേറ്റ് ചെയ്യുന്ന ഡെസിമൽ എക്സ്പാൻഷൻ ഉള്ളവർ? അപ്പോൾ ഈ ടെർമിനേറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് സ്പെഷ്യാലിറ്റി ഉണ്ട്. അവരുടെ ഡിനോമിനേറ്ററിനെ 2m × 5n എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. മുകളിൽ ഏതെങ്കിലുമൊക്കെ നമ്പർ ഉണ്ടാവും, പക്ഷേ ഡിനോമിനേറ്ററിനെ 2ൻ്റെയും 5ൻ്റെയും കോമ്പിനേഷനായിട്ട്, അതായത് ഡിനോമിനേറ്ററിലുള്ള നമ്പർ ആരാണോ അയാൾ എന്ത് ചെയ്യാം, 2 × 5, അതായത് 2-ന് ഒരു എക്സ്പോണൻ്റ് ഉണ്ടാവാം, 5-ന് ഒരു എക്സ്പോണൻ്റ് ഉണ്ടാവാം എന്നുള്ള രീതിയിൽ എഴുതാം. ചിലപ്പോൾ 2 മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 5 മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 2ൻ്റെയും 5ൻ്റെയും കോമ്പിനേഷനായിട്ടും എന്ത് ചെയ്യാം, വരാമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ 225 ആണ് ഡിനോമിനേറ്റർ ഉള്ളത്. ഈ 225നെ നിങ്ങൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. എങ്ങനെ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പേഴ്സ് ഉപയോഗിച്ച് ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൽ 5 വെച്ചിട്ട് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാം. 5 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 45 എന്ന് വരും അല്ലേ. 225നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 45 വരും. വീണ്ടും ഇയാളെ 5 വെച്ച് ചെയ്യാൻ പറ്റും, സോ 9 എന്ന് വരും. 9നെ 3 വെച്ച് ചെയ്യാൻ പറ്റും, 3 എന്ന് വരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളെ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ 8/225 എന്ന് പറയുന്ന ഓപ്ഷനെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം: 8/5² × 3² അല്ലേ. ഇവിടെ 2 5 ഉണ്ട്, 2 3 ഉണ്ട്, സോ 5² × 3², 8/5² × 3² എന്നുള്ള രീതിയിലാക്കാം. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ നിങ്ങൾ നോക്കിയാൽ ഇവിടെ 5 ഉണ്ട്, 3 ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് ടെർമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ 2ഉം 5ഉം മാത്രമേ എന്തുണ്ടാവാൻ പാടുള്ളൂ, ഡിനോമിനേറ്റർ ഉണ്ടാവുള്ളൂ. ഇവിടെ ന്യൂമറേറ്ററിൽ ആരാ 8 ഉള്ളത്? 8 എന്ന് പറഞ്ഞാൽ 2³ ആണ് അല്ലേ. ഡിനോമിനേറ്ററിൽ 5² 3². ഇനി വേറെ ക്യാൻസൽ ചെയ്യാനൊന്നും ആരും ഇല്ല അവിടെ. അപ്പോൾ ഡിനോമിനേറ്റർ എപ്പോഴും 5² × 3² എന്നുള്ള ഫോമിൽ തന്നെയാണ്. അപ്പോൾ അയാൾ എന്തായിരിക്കില്ല, ടെർമിനേറ്റ് ചെയ്യുന്ന ആളായിരിക്കില്ല. ടെർമിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2ഉം 5ഉം മാത്രമേ ഡിനോമിനേറ്ററിൽ വരാൻ പാടുള്ളൂ. ഒന്നെങ്കിൽ 2 മാത്രം, അല്ലെങ്കിൽ 5 മാത്രം, അല്ലെങ്കിൽ 2ഉം 5 മാത്രം. അടുത്ത ഓപ്ഷൻ നോക്കാം: 5/18. 18 എന്ന് പറയുന്ന ആളെ നിങ്ങൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുകയാണെങ്കിൽ 2 വെച്ച് ചെയ്യാം. 2 വെച്ച് ചെയ്യുകയാണെങ്കിൽ 18/2 എന്ന് വരും, 9 എന്ന് വരും. 9നെ 3 വെച്ച് ചെയ്യാം, 3 എന്ന് വരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5/2 × 3² എന്നാക്കാം. 5/2 × 3² ആക്കിക്കൂടെ? ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഡിനോമിനേറ്റർ 2ഉം 3ഉം ആണ്. അപ്പോൾ ടെർമിനേറ്റിംഗ് ആയിരിക്കുമോ? അല്ല, അത് നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് എന്ന് പറയുന്ന കാറ്റഗറി ആയിരിക്കും. ഇനി അടുത്ത ഓപ്ഷൻ 11/21. 11/21ൽ ഇത് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാനില്ല. 21 എന്ന് പറഞ്ഞാൽ 3 × 7 ആണ്. 3ഉം 7ഉം പ്രൈം നമ്പേഴ്സാണ്. 3 × 7. അപ്പോൾ ഡിനോമിനേറ്റർ നോക്കിയേ, 3ഉം 7ഉം പോസിബിൾ ആണോ? അല്ല, കാരണം അവിടെ 2ഉം 5ഉം വരാൻ പാടുള്ളൂ. ഇനി അടുത്ത് 121/150. 121/150. ഈ 150 എന്ന് പറയുന്ന ആളെ നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്യുകയാണെങ്കിൽ 2 വെച്ച് ചെയ്യുകയാണെങ്കിൽ 75 വരും. അതിന് 5 വെച്ച് ചെയ്യുകയാണെങ്കിൽ 15 വരും. അതിനെ വീണ്ടും 5 വെച്ച് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? 3 എന്ന് വരും അല്ലേ. 3 എന്ന് വരും. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നത്? 2 × 5² × 3 എന്ന് വരും. ന്യൂമറേറ്റർ 121 ആണുള്ളത്. 121. ഈ 121ന് നമുക്ക് എന്തെങ്കിലും രീതിയിൽ ഫാക്ടറൈസേഷൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ് നമുക്ക് അടുത്ത് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈ 150നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 75 കിട്ടുന്നുണ്ട്. 75നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 15 കിട്ടും. 15നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കിട്ടും. അങ്ങനെയാണ് 2 × 5² × 3 എന്നുള്ള രീതിയിൽ വരാൻ കാരണം. ന്യൂമറേറ്റർ 121 അല്ല, 21 ആണ് കേട്ടോ. കാരണം ക്വസ്റ്റ്യൻ ഓപ്ഷനിൽ 21/150 ആണ്. അപ്പോൾ ന്യൂമറേറ്ററിൽ 21 എന്ന് പറയുന്ന ആളുണ്ട്. ഈ 21 നിങ്ങളൊന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കിയേ. 21 3 വെച്ച് ഡിവൈഡ് ചെയ്യാം, സോ 7 എന്ന് വരും. അപ്പോൾ 3 × 7 എന്നുള്ളത് ന്യൂമറേറ്റർ വരും. അപ്പോൾ ഇവിടെ താഴത്തെ 3ഉം മുകളിലത്തെ 3ഉം തമ്മിൽ ക്യാൻസൽ ആയി പോകും. ബാക്കി ആരുള്ളത്? മുകളിൽ 7 മാത്രം, താഴെ 2 × 5². ഓക്കെ, സിംപ്ലിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി നിങ്ങൾ നോക്കിയേ, ഡിനോമിനേറ്ററിൽ ആര് മാത്രമേ ഉള്ളൂ? 2ഉം 5ഉം മാത്രമേ ഉള്ളൂ. ഇവിടെയൊന്നും പിന്നെ മുകളിൽ കട്ട് ചെയ്യാൻ 11ഉം 5ഒക്കെയാണ്. പിന്നെ പ്രത്യേകിച്ച് കട്ട് ചെയ്യാനൊന്നും ആരുമില്ല. പക്ഷേ ഇവിടെ 3ഉം 3ഉം കട്ട് ചെയ്യാനുണ്ടായിരുന്നു, കട്ട് ചെയ്തു. ബാക്കി ആരുള്ളത്? 2ഉം 5ഉം മാത്രം. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കോമ്പിനേഷനിൽ പെട്ടതല്ലേ.
2ഉം 5ഉം മാത്രം വരുന്ന കോമ്പിനേഷൻ അല്ലേ? ആണ്. സോ ഇതെന്തായിരിക്കും? ടെർമിനേറ്റിംഗ് ആയിരിക്കും. സോ നമുക്ക് വേണ്ട ഓപ്ഷൻ ആരാണ്? ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ ആണോ ഐഡിയ? അപ്പോൾ ഒരാളെ നിങ്ങൾ ഒരു ഫ്രാക്ഷൻ കിട്ടുകയാണെങ്കിൽ അത് ടെർമിനേറ്റിംഗ് ആണോ അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആണോ? ഈ 2 കാറ്റഗറിയാണ് വരിക. ഫ്രാക്ഷൻസ് ഒക്കെ ഈ 2 കാറ്റഗറിയിലാണ് വരിക. ടെർമിനേറ്റിംഗ് ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സിംപ്ലിഫിക്കേഷൻസ് ഒക്കെ കഴിഞ്ഞ് ഫാക്ടറൈസേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഡിനോമിനേറ്റർ എന്തായിരിക്കണം? 2ൻ്റെയും 5ൻ്റെയും കോമ്പിനേഷൻ ആയിരിക്കണം. 2⁻⁴ 5⁻⁴. ചിലപ്പോൾ 2 മാത്രം, ചിലപ്പോൾ 5 മാത്രം. ഓക്കെ, കാരണം അങ്ങനെ 2ഉം 5ഉം മാത്രമാവാൻ കാരണം എന്താ വെച്ചാൽ ന്യൂമറേറ്ററുമായിട്ട് ചിലപ്പോൾ കട്ടായി പോയതായിരിക്കും. 5ഓ 2 ഒക്കെ കട്ടായി പോയതുകൊണ്ടാണ്. പക്ഷേ ഓക്കെയാണ്, 2 മാത്രം 5 മാത്രം അല്ലെങ്കിൽ 2ൻ്റെയും 5ൻ്റെയും കോമ്പിനേഷൻ. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അവരെന്ത് ചെയ്യുക? ടെർമിനേറ്റ് ആവുക. അല്ലാത്തൊരു കേസിൽ എന്തായില്ല, അവർ ടെർമിനേറ്റ് ആവില്ല. അപ്പോൾ ഈ ബാക്കിയുള്ള 3 ഓപ്ഷൻസും ടെർമിനേറ്റിംഗ് അല്ല. ബാക്കിയുള്ളതൊക്കെ എന്താണ്? നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന NCERT ചാപ്റ്ററിൽ പറയുന്ന കോൺസെപ്റ്റാണിത്. അപ്പോൾ ഇത് പഠിക്കാത്ത ആളുകളുണ്ടെങ്കിൽ, സ്റ്റേറ്റ് സിലബസിലുള്ള ആളുകളുണ്ടെങ്കിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ആ ഒരു പോർഷൻ ഒന്ന് കണ്ട് പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സുള്ളവരാണെങ്കിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും, സ്റ്റേറ്റുകാരും CBSE പഠിച്ചിട്ടുണ്ടാവും. അല്ലാത്തവരെന്ത് ചെയ്യണം? അതൊന്ന് പഠിക്കണം. ഓക്കെ, റെഡി അല്ലേ? സോ വേറെ ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക്